കടലിലത്തെ സൂര്യോദയം കണ്ടിട്ടോ? ഞാനും കണ്ടില്ല, കാണാൻ വന്ന. സമയം രാവിലെ 5:30. നല്ല കാറ്റാ, കടൽ കാറ്റ്. ഏതാ കാറ്റ്? കപ്പൽ പടിഞ്ഞാറോട്ടാണ് പോണത്. അപ്പോൾ ഈ ബേക്ക് ഭാഗത്താണ് കിഴക്ക്. പക്ഷെ മേഘം ഉള്ളതുകൊണ്ട് സൂര്യോദയം കാണുന്നില്ല. നല്ല മേഘമുണ്ട്. ഈ സിലിണ്ടർ പോലെ ഈ കാണുന്ന സാധനമാണ് റാഫ്റ്റ്. അതായത് കപ്പൽ മുങ്ങിയാൽ നമ്മൾ നേരത്തെ അപ്പുറത്ത് ബോട്ട് കണ്ടല്ലോ, അതേപോലെ കപ്പൽ എന്തെങ്കിലും അബാൻഡൻ്റ് ആക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഈ സാധനം വെള്ളത്തിലിറങ്ങിയാൽ ഇത് വീർക്കും. വെള്ളത്തിലിറങ്ങിയാൽ വീർക്കല്ല, എന്തോ ഒരു സെറ്റപ്പ് ചെയ്താൽ അത് വീർക്കും. അതിനകത്ത് ആൾക്കാർക്ക് കയറി എന്ത് ചെയ്യാം, രക്ഷപ്പെടാം എന്നുള്ളതാണ് സംഭവം. ഇതാണ് റാഫ്റ്റ് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിൻ്റെ ഒരു രൂപരേഖ. ഒരു 14 സ്റ്റെപ്പ് കഴിഞ്ഞാൽ നമുക്ക് ഈ റാഫ്റ്റ് കയറാമെന്നാണ് പറയുന്നത്. ഈ കാണുന്നതുണ്ടല്ലോ, ഞാൻ ഇരിക്കുന്നത് ഒരു ബെഞ്ചാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ലൈഫ് ജാക്കറ്റാണ്. കണ്ടോ, ലൈഫ് ജാക്കറ്റ്. അപ്പം അങ്ങനെയൊക്കെയാണ് എൻ്റെ കഥ. എന്തെങ്കിലും എമർജൻസി വന്നാൽ ഇത് തുറക്കുക, ലൈഫ് ജാക്കറ്റ് എടുക്കുക, ധരിക്കുക, ചാടുക. അങ്ങനെ ഒരു 7-7:30 ആയപ്പോഴാണ് സൂര്യൻ്റെ തല പുറത്ത് കണ്ടത്. കടലിലെ സൂര്യോദയം അതേ ഇങ്ങനെ ഇരിക്കും. നമ്മൾ ഏകദേശം ദ്വീപെടുക്കുകയാണ്. ഇതേ കടലിൻ്റെ നിറമൊക്കെ മാറി നല്ല നല്ല കടും നീല നിറത്തിലാണ് കടലിപ്പോൾ കാണുന്നത്. കപ്പലിലൊരു നമസ്കാര മുറിയുണ്ട്. അപ്പോൾ ഇതാണ് കപ്പലിലുള്ള നിസ്കാര മുറി. അവിടെ കിബിൽ അറിയാൻ വേണ്ടിയിട്ട് അവിടെ ഒരു കോമ്പസ് ഉണ്ട്. പിന്നെന്താ, അവിടെ നിസ്കാരത്തിന് മുസല്ല, അതേപോലെ നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവർക്ക് ഇരുന്ന് നിസ്കരിക്കാൻ സ്റ്റൂൾ, ഓതാൻ ഖുറാന്, അതേപോലെ തസ്ബീഹ് മാല, തൊപ്പി എല്ലാം ഉണ്ട്. അങ്ങനെ വീണ്ടും ബാൽക്കണിയൊക്കെ പോയൊക്കെ ഇപ്പോഴത്തെ അങ്ങ് ദൂരെ 2 ആൾക്കാർ തുള്ളി ചാടി പോകണുണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? ഡോൾഫിൻ ഉണ്ട്, ഡോൾഫിൻ. അപ്പോൾ ഓക്കെ, ബൈ.